Hey everyone, it's me Dr. Adrisha Das. Welcome to my YouTube channel. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭരതനാട്യം അരങ്ങേറ്റത്തിന്റെ വ്ലോഗാണ്. സോ ഞാൻ മിനി വ്ലോഗായിട്ട് കുറച്ച് ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ബാക്കി വീഡിയോസ് ആണ് ഈ ലോങ് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഡാൻസിന് മുന്നേ നടന്ന ഞങ്ങളുടെ കുറച്ച് പ്രാക്ടീസും അതുപോലെ പക്കമേളക്കാരൊക്കെ വെച്ചിട്ടുള്ള പ്രാക്ടീസ് ചെയ്ത കുറച്ച് വീഡിയോസുമാണ് ഇതിലുള്ളത്. ഡാൻസ് ഇഷ്ടപ്പെടുന്നവരും അതുപോലെ അതിന്റെ പ്രാക്ടീസ് സെക്ഷൻ ഒക്കെ കാണാൻ താല്പര്യമുള്ളവർക്കും ഈ ലോങ് വീഡിയോ കാണാവുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അരങ്ങേറ്റത്തിന് 3 ഐറ്റംസാണ് ഞങ്ങളുടെ ബാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗണേശസ്തുതി, തോടയം, തില്ലാന. അതിൽ ആദ്യത്തെ തില്ലാനയാണ് ലാസ്റ്റ് പഠിച്ചത്. അപ്പം അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു. കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ പ്രമോ ഷൂട്ട് ചെയ്യാൻ ചാലോടുള്ള ഒരു അമ്പലത്തിലാണ് പോയത്. രാവിലെ തന്നെ നമ്മൾ അവിടെ എത്തി. ഒരു 8:30 ആകുമ്പോൾ അവിടെ അപ്പോഴേക്കും ടീച്ചറും ക്യാമറാമാനൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ പ്രമോ ഷൂട്ട് ചെയ്തു. ഡാൻസിൻ്റെ കുറച്ച് സ്റ്റെപ്പൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ സമയത്ത്. എല്ലാവരും ആ അമ്പലത്തിൻ്റെ വൈബും എല്ലാം കൂടി അടിപൊളിയായിരുന്നു ആ ദിവസം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കൈകൊണ്ട് മാത്രം നോക്കുകയാണ്, ഓർത്ത് നോക്കുകയാണ്. ഗണേശസ്തുതിയും തോടയും ഞങ്ങൾ പഠിച്ച് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ളത് തില്ലാനയാണ്. അത് പ്രാക്ടീസ് ചെയ്ത് നോക്കി, അതിൻ്റെ സ്റ്റെപ്പൊക്കെ ഓർത്ത് നോക്കി. അതിനുശേഷം അമ്പലക്കുളത്തിൻ്റെ അങ്ങോട്ടേക്ക് ഞങ്ങൾ പ്രമോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയി. ഒരു 9 മണിയൊക്കെ ആയി. അപ്പോഴേക്കും വെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറേ സമയമെടുത്തു ഷൂട്ട് കഴിയാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല സ്ഥലമായിരുന്നു കേട്ടോ. ഇനി നമുക്ക് പ്രാക്ടീസ് സെക്ഷൻ കാണാം. ഇനി അരങ്ങേറ്റത്തിൻ്റെ തലേന്നുള്ള ലാസ്റ്റ് പ്രാക്ടീസ് സെക്ഷൻ കണ്ടാലോ? ഒരു ട്രാൻസിഷൻ റീൽ എടുക്കാൻ നോക്കി, പക്ഷെ അത് കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ അരങ്ങേറ്റത്തിൻ്റെ ഡേ വന്നു. ഞങ്ങളെ മേക്കപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത് ടീച്ചറുടെ ഹസ്ബൻഡ് ശരത്തേട്ടനായിരുന്നു. അടിപൊളി മേക്കപ്പ് ആയിരുന്നു കേട്ടോ. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. എല്ലാവരും നല്ല സുന്ദരി കുട്ടികളായിട്ടാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞങ്ങളെ കോസ്റ്റ്യൂമും മേക്കപ്പും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നീട് ഞങ്ങളൊരു 6 മണിയൊക്കെ ആയ സമയത്ത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണ്. എല്ലാവരും എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഓഡിയൻസൊക്കെ എൻ്റെ വീട്ടിൽ നിന്നും അതുപോലെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു നോർമൽ മോഡിൽ തന്നെയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഡ്രീം അച്ചീവ് ചെയ്തതിൻ്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ്
പിന്നെ ചിലങ്ക കെട്ടിത്തരാൻ വേണ്ടിയിട്ട് ദക്ഷിണ കൊടുക്കാൻ സ്റ്റേജിലേക്ക് ഓരോരുത്തരായിട്ട് പോയി. ടീച്ചർ ആ സമയത്ത് എൻ്റെ കാലിന് ലിഗമെൻറ്റ് ടിയർ ഉണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ എന്നോട് വേദനയൊക്കെ മറന്ന് നന്നായി കളിക്കാൻ പറഞ്ഞു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ടീച്ചർക്ക് ഒരു സാരി കൊടുത്തു. ഓരോരുത്തർക്കും ദക്ഷിണ വെച്ച് ഭയങ്കര ഒരു ഫീലായിരുന്നു കേട്ടോ ആ സമയത്ത്. പിന്നീട് വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് ഓരോ ബാച്ചിൽ നിന്ന് ഓരോരുത്തരും പോയി. എനിക്ക് പോകാൻ സാധിച്ചു. ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ അരങ്ങേറ്റം സ്റ്റാർട്ട് ചെയ്തു. ബാക്കി നിങ്ങൾ വീഡിയോ കണ്ടോളൂ. ഗജാനനയുതം ഗണേശ്വരം ഗജാനനയുതം ഗണേശ്വരം ഗജാനനയുതം ഗണേശ്വരം ഗജാനനയുതം. ലാസ്റ്റ് ഫോട്ടോ സെക്ഷനായിരുന്നു. അപ്പം എല്ലാവരും കൂടെ ഞങ്ങൾ ഫോട്ടോ എടുത്തു. ഫാമിലിയിലെ എല്ലാവർക്കും ഒരു പ്രൗഡ് ഫീലായിരുന്നു. അമ്മയ്ക്കൊക്കെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു ഡാൻസ് കാണുന്ന സമയത്ത്. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസ് കാണാം.